പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2024 ജൂലൈ മാസം 7-ാം തീയതി ഭവനത്തിലെ പ്രാർത്ഥന, ഭവനത്തിലെ കൂട്ടായ്മ, വീട്ടിലെ സഭായോഗം, ആ നിലയിൽ നമുക്ക് കടന്നു വരുവാൻ കർത്താവ് നമുക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരും വിചാരിക്കുന്നു 1000 പേര്, 2000, 3000, 4000, 5000, 6000, 7000. നല്ലൊരു തമിഴൻ പറഞ്ഞിട്ട്, ഞങ്ങളുടെ സഭയിൽ 8000 പേര് ഇருக்கு, ഉങ്ങളുടെ സഭയിൽ എത്ര പേര് ഇருக்கு? 300 താൻ ഇருக்கு. അണ്ണയുടെ സഭയിൽ 10000 പേര് ഇருக்கு. 10000 പേര് ഇരുന്നിട്ട് എന്താ കാര്യം? 8000 പേര് ഇരുന്നിട്ട് എന്താ കാര്യം? ദൈവവചന വ്യവസ്ഥപ്രകാരം കർത്താവിനെ ആരാധിക്കുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം സഹോദരങ്ങളെ? അതുകൊണ്ട് ഇന്ന് പകലിൽ നമുക്ക് ദൈവസേനയിൽ കർത്താവ് പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടിയുള്ള മധ്യത്തിൽ ഞാനുണ്ടെന്നുള്ള വചനപ്രകാരം കർത്താവിൻ്റെ മധ്യത്തിലുണ്ട്. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടോ എന്നുള്ളതാണ് വിഷയം, അല്ലാണ്ട് 1000, 10000 കൂടി വരുന്നു എന്നുള്ളതല്ല വിഷയം. ഈ 1000, 10000 കൂടി വരുന്നതിൻ്റെ ലക്ഷ്യം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? സ്വത്രാശപാത്ര എന്നറിയണം. ജനം അങ്ങോട്ട് പോകും, നാശത്തിലേക്ക്. അതുകൊണ്ട് നമുക്ക് 2 or 3 പേർ കൂടി വന്നാലും കുഴപ്പമില്ല. ഞാൻ സാധാരണ എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയാറുള്ളത് ഇങ്ങനെയാണ്: മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ആ ജനത്തിൻ്റെ അത്രയും അളവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്, അതിനേക്കാൾ ഇരട്ടി ഉണ്ടെന്ന് പറയും. അപ്പോൾ എത്രയായി? പറയാൻ ജോസഫേട്ട 4 പേര്. ഈ കർത്താവ് ഒരാളോട് കൂടെ ഇല്ലേ? 5 പേരില്ലേ? അപ്പം ആളുടെ എണ്ണത്തിലല്ല. ശവമുള്ളിടത്ത് കഴുക്കൽ കൂടുമെന്ന് കർത്താവ് പറഞ്ഞത് ചീഞ്ഞളിഞ്ഞ ചത്ത, ആത്മീയമായി ചത്ത് കിടക്കുന്നിടത്ത് ആൾ കൂടും, ഞാനല്ല കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആൾ കൂടുന്നതിലല്ല, 2 or 3 പേർ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുന്ന മധ്യത്തിൽ കർത്താവ് ഉണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്, കർത്താവിൻ്റെ ഹോളി പ്രസൻസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ദൈവശക്തി ആർജിച്ച് ദൈവകൃപ പ്രാപിച്ച് ദൈവവചനത്തിൻ്റെ വെളിപ്പാട് പ്രാപിച്ച് നമ്മുടെ ക്രിസ്തു ജീവിതം മനോഹരമാക്കാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു ന്യൂസ് വന്നത് നിങ്ങൾ കേട്ടോ? പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിരുന്നുള്ളതാണ്. UP-യിൽ ഭോലെ ബാബ എന്ന് പറഞ്ഞൊരു മനുഷ്യദൈവം, അദ്ദേഹം വന്ന് പ്രസംഗിച്ചു. 122 പേര് മരണത്തിനെ തള്ളപ്പെടാനിടയായി. ഏകദേശം 100 പേര് ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. ഭോലെ ബാബ ആൾ ദൈവം ഒളിവിലാണ്. ഒരു പീഡന കേസിൽ പ്രതിയായി ജയിലിൽ പോയി തിരിച്ചു വന്നപ്പോൾ ആൾ ദൈവമായി മാറി. കോടിക്കണക്കിന് ആരാധകരുള്ള ഭോലെ ബാബ അന്നത്തെ ദിവസം 2.25 ലക്ഷം ജനമാണ് ഒരു കൂട്ടായ്മയ്ക്ക് വന്നതെന്ന് ഓർത്തു. ഞാനിതൊക്കെ പഠിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, കൂട്ടായ്മ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ജനത്തെ കൊല്ലുന്നത്, ജനത്തെ നരകത്തിലേക്ക് തള്ളിക്കളയുന്നതും, ജനത്തിന് യാതൊരു ഗുണമില്ലാത്തതും, അപ്പോൾ തന്നെ ശുശ്രൂഷകന്മാർ വാരിക്കോരി നേടുന്നതുമായ പല കൂട്ടായ്മകൾ പലയിടത്തും നടക്കുന്നുണ്ട്. ഞാനത് കേട്ട്, അത് കണ്ടും കേട്ടും വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. 500 രൂപയെ കുറഞ്ഞ് സ്വത്രാഴ്ച ഇടാതെ ഇവിടെ ആരും വരണ്ടെന്ന് പറയുന്ന ശുശ്രൂഷകന്മാർ വരെ നമ്മുടെ ഇടയിലുണ്ട്. മഹാന്മാരായിട്ട് നടക്കുന്നുണ്ട്, ചമഞ്ഞ് നടക്കുന്നുണ്ട്. ഞാനിതൊക്കെ പറയുന്നതിൻ്റെ കാരണം ചതിയിൽപ്പെടാതെ നമ്മളെ തന്നെ സൂക്ഷിക്കാൻ. ചതി ഒത്തിരി നടക്കുന്നുണ്ട്, ഒത്തിരി ഇന്നത്തെ ആത്മീയ കോളത്തിൽ നടക്കുന്നത് പോലെ ചതി ലോകത്ത് വേറെ ഒന്നും നടക്കുന്നില്ല. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് അടയാളം പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. അപ്പൊ തെറ്റിക്കുന്നവർ എഴുന്നേറ്റ് വരും. മനസ്സിലായി? 122 പേര് മരിക്കുകയും 100 പേര് ആസ്പത്രി കിടക്കുകയും ചെയ്ത 1.5 ലക്ഷം 2 ലക്ഷം വന്നെന്നൊക്കെയാണ് പറയുന്നത് ജനം. എന്ത് പ്രയോജനം ഉണ്ടായ ആൾക്കാർ? അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽപാദത്തിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് എടുത്ത് അദ്ദേഹത്തെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ, ഒന്ന് ചുംബിക്കാൻ, ഒന്ന് തൊടാൻ വേണ്ടി ജനം കാണിച്ച ആക്രാന്തമാണ് ഈ കൂട്ട മരണത്തിലേക്ക് കലാശിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് അറിഞ്ഞ ന്യൂസുകളൊക്കെ, നഗ്നരായിട്ടിരുന്ന് അവർ ദേവന്മാരെന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുക. ഈ നഗ്നനായിട്ടിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിന് തുല്യമായിട്ട് നിൽക്കുക. ഒരു വാക്യം ഒന്ന് വായിച്ചേ. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം
ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പെട്ടെന്ന് ആ വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഇത് പല പ്രാവശ്യം വായിച്ച് കേൾക്കണം, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനങ്ങ് വായിക്കാൻ ശ്രദ്ധിച്ച് കേട്ടോണേ. 18 മുതൽ. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്ത് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവാക്കിയിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. മനുഷ്യൻ സ്വന്തം നിരൂപണങ്ങളിലേക്ക് എടുത്തു ചാടിയതാണ് അവൻ്റെ ദുരന്തത്തിന് കാരണമെന്ന് സത്യവേദ പുസ്തകത്തിൽ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഉരുണ്ടുപോയി. സ്വന്തം ബുദ്ധിയിൽ, സ്വന്തം ശക്തിയിൽ, സ്വന്തം കഴിവിൽ മനുഷ്യൻ ആശ്രയിച്ചപ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കാതെ പോയപ്പോൾ എന്തോ പറ്റിയവൻ അവരുടെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റി. ദൈവത്തെ ആരാക്കി മാറ്റി? മനുഷ്യരാക്കി മാറ്റി. പോലബാബ ആരായി? ദൈവം. സത്യസായിബാബ ആരായി? ദൈവമായി. അമൃതാനന്ദമായി ആരായി? ദൈവമായി. ഇവിടെ പെന്തക്കോസ്തുകാരുടെ ഇടയിലും പാസ്റ്റർമാർ പലരും വാതുറന്ന് പറഞ്ഞോ? ദൈവമായി. അവർ പറയുന്നവർ കേൾക്കുള്ളൂ. വചനം പ്രസംഗിച്ചാൽ അവർക്ക് വേണ്ട. ആവശ്യമില്ലാത്ത ദൈവവചന വ്യവസ്ഥ വിട്ടുള്ള ദുരുപദേശങ്ങൾ പറയാൻ ജനം ആയിരങ്ങൾ, പതിനായിരങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഇത് അന്ത്യകാലം. എൻ്റെ ഈ വാക്ക് ശ്രമിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരിക. ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക. ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക. അപ്പോസ്റ്റൽ ഡോക്ടറിലേക്ക് മടങ്ങി വരിക. അപ്പോസ്റ്റൽ ഉപദേശത്തിലേക്ക് മടങ്ങി വരിക. പുതിയ വചന വ്യവസ്ഥയിലേക്ക് മടങ്ങി വരിക. ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്ക് മടങ്ങി വരിക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്തിവചനം ഭക്തിക്കത്ത് ഉപദേശത്തിലേക്ക് മടങ്ങി വരിക. അല്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അതുകൊണ്ട് ദൈവം ചെയ്തത് അവരെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ സത്യം അവരെ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. ശ്രദ്ധിച്ചു നോക്കണേ. 3 ഏൽപ്പിച്ചു കൊടുക്കലുണ്ടായെന്ന് ഇവിടെ പറയുക. ഞാനത് ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കി, അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നത്. സ്തോത്രം. ഈ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്തോ പറ്റി? സ്ത്രീയും തമ്മിൽ വിവാഹം കഴിക്കാൻ തുടങ്ങി. പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കാൻ തുടങ്ങി. ഈ കൊച്ചിയിൽ നടന്ന സംഭവമാണ്. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ആണ്, പെണ്ണ്. എന്താ കാര്യം? അത് പറഞ്ഞുതരാം, വചനത്തിലൂടെ പറഞ്ഞുതരാം. സ്തോത്രം. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വാഭാവിക വിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോടാണ് അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. അടുത്ത വാക്യമാണ് പ്രധാനപ്പെട്ട വാക്യം. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധി കേൾപ്പിച്ചു കൊടുത്തു. നികൃഷ്ടജീവി എന്നൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി അച്ഛന്മാരെ വിളിച്ച കഥ ഞാൻ ഓർത്തുപോയി. നികൃഷ്ടജീവി, നികൃഷ്ടബുദ്ധി കേൾപ്പിച്ചു കൊടുത്തു. ആരെ? ഈ നികൃഷ്ടബുദ്ധിക്ക് ആരെ ഏൽപ്പിച്ചു കൊടുത്തു? തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥമായി തീർന്ന തലമുറയെ. അവരാണ് രാഷ്ട്രീയ നേതാക്കന്മാർ, അവരാണ് മന്ത്രിമാർ, അവരാണ് എംപിമാർ, അവരാണ് നമ്മുടെ ജനപ്രതിനിധികൾ. ഇതൊക്കെ അവരാണ്. അപ്പൊ പിന്നെ അവരുടെ ഭരണം എങ്ങനെയായിരിക്കും നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ. അവരുടെ കീഴിലുള്ള നമ്മുടെ ഭരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ. മനുഷ്യ ദൈവങ്ങൾ പെന്തക്കോസ്ത് സമൂഹങ്ങളിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. സൂക്ഷിച്ചുകൊള്ളുക വിശ്വാസികളെ. ദൈവങ്ങളെപ്പോലെ അവർ കാണുകയാണ്. ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ചെന്ന് കൊലോസ്യ ലേഖനത്തിൽ ഒരു പദപ്രയോഗമുണ്ട്. ഈ ദൂതന്മാർ എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ ശുശ്രൂഷകന്മാർ. ആരാ? ദൂതന്മാർക്ക് തുല്യമായിട്ട് പൗലോസ് പഠിപ്പിച്ചു. ഇപ്പം അവരെ അങ്ങ് ആരാധിക്കുക. ചിലർ പറയുന്ന അച്ചായന്മാർ പറയുന്നതിനപ്പുറം ഞങ്ങൾക്ക് വേറൊന്നുമില്ലെന്ന്. അത് വേറൊരു ഗ്രൂപ്പ്. ഇവർ വേദോസ്തം വായിക്കുകയില്ല, പ്രാർത്ഥിക്കുകയില്ല. അച്ചായന്മാരും അമ്മാമ്മമാരും പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക.
നാശത്തിലേക്ക് പോകാൻ വേറെ വഴിയൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ബുദ്ധിയുപദേശം പറയുന്നു. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും നമ്മൾ അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് പറഞ്ഞ് 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായമാണ് നമ്മുടെ പഠന വിഷയം. അതിലേക്ക് ഞാൻ വരുന്നു. ഹല്ലേലൂയ. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ വ്യാജഭാവവും എല്ലാ അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല്. വചനം എന്ന് പറഞ്ഞില്ലെങ്കിൽ സാധാരണ പാലായി. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ പറ, വാക്യം പറ. വാഞ്ചി. അപ്പൊ വചനം ഉള്ളിലോട്ട് കയറാൻ വാഞ്ചയുണ്ടോ നിങ്ങൾക്ക് കർത്താവ് നിങ്ങളെ കുടിപ്പിക്കും. വചനം നമ്മുടെ ഉള്ളിലോട്ട് കയറാൻ നമുക്ക് ആഗ്രഹമുണ്ടോ, താല്പര്യമുണ്ടോ? വചനത്തിന് വേണ്ടി വാഞ്ചിച്ചാലേ വചനം കിട്ടുള്ളൂ, ഇല്ലേ കിട്ടത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കരയുന്ന കുഞ്ഞുങ്ങൾക്കല്ലേ പാൽ കൊടുക്കുള്ളൂ? ശരിയല്ലേ? വിശക്കുമ്പോൾ കുഞ്ഞ് കരയും. അതൊരു ഒരു ഒരു നിയമമാണത്. കുഞ്ഞ് വിശക്കുമ്പോൾ കരയും എന്നുള്ളത് ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥ. അതുകൊണ്ട് കരയുന്നു. അപ്പൊ അമ്മയ്ക്കറിയാതെ പാൽ കൊടുക്കും. വചനത്തിന് വേണ്ടി ആര് ദാഹിക്കുന്നില്ലയോ, അങ്ങനെ ദാഹിക്കാത്തവർക്ക് വചനം കിട്ടത്തില്ല. നിങ്ങളുടെ കാര്യം പോക്കാം, യാതൊരു സംശയമില്ല. കാര്യം നമ്മൾ വചനം വായിക്കുമ്പോൾ ആർത്തിയോടെ വായിക്കണം. എങ്ങനെ വായിക്കണം? കർത്താവേ, വചനം പഠിക്കാൻ കൃപ തരണം, വചനത്തിൽ നിന്ന് ഗ്രഹിപ്പാൻ കൃപ തരണം, വചനം അനുസരിപ്പാൻ കൃപ തരണം. മറ്റാര് പറയുന്നതിനേക്കാൾ ദൈവവചനം കേട്ട് അനുസരിപ്പാൻ കൃപ തരണം, കൃപ തരണം, കൃപ തരണം, സഹായിക്കണം, സഹായിക്കണം എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരഞ്ഞാലേ വചനം നമുക്ക് കിട്ടുകയുള്ളൂ. വചനം നമ്മുടെ ഉള്ളിൽ വീഴുകയുള്ളൂ. വചനം എത്ര 30, 60, 100 പേര്. 30 കൊല്ലവർക്ക് 30 കിട്ടും. നിങ്ങൾക്ക് 30 മതിയെങ്കിൽ ഓക്കെ, 40 മതിയെങ്കിൽ 40. ഞാൻ പറയുന്നത് വചനം എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയുന്നതാ, 100 മേനി എൻ്റെ ഹൃദയത്തിൽ ഈ വചനം വിളയണം. ഈ വചനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പഠിച്ചൊരു ഒരു വാക്യമുണ്ടല്ലോ വചനത്തെക്കുറിച്ച്. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ? എനിബഡി ഒന്ന് പറഞ്ഞേ? പറഞ്ഞില്ല. ഒരു ക്യാഷ് പ്രൈസ് ഞാൻ തന്നെ പറഞ്ഞേ. സത്യം ഞാൻ പറഞ്ഞ സത്യമാണ്. ഞാൻ പറഞ്ഞ ശേഷമല്ലേ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനമാണ് ആത്മാവും ജീവനുമാണ്. ഈ വചനത്തിന് നമ്മളെ ക്രിയ ചെയ്യാൻ കഴിയും. ഈ മൊബൈലിൽ മാന്തിക്കൊണ്ടിരുന്ന കിട്ടുന്ന മുഴുവൻ സാത്താൻ്റെ ചരക്കാണ്. അത് ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം പിന്നെ ഈ വചനം പഠിക്കാൻ ധ്യാനിക്കാൻ ഒന്നും കഴിയത്തില്ല. ഇന്നലെ ഒരു കൊച്ചു പയ്യൻ അതിനെക്കുറിച്ച് ഒരു മെസ്സേജ് പറഞ്ഞു. ഹസ്ബൻഡൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ശക്തമായിട്ട് ആ മെസ്സേജ് ഇട്ടു. മനസ്സിലായോ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. ഇവിടെ 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നത്, സകല ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ വ്യാജവും എല്ലാ അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഈ വചനം പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാനൊരു മർമ്മം പറയാൻ പോവാ, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വചനം പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുമ്പോൾ ഇതിൻ്റെ മുമ്പിലുള്ള 2 വാക്യം, 1-ാം അധ്യായത്തിൻ്റെ 2 വാക്യം മുമ്പിൽ 23-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, കെടാത്ത ബീജത്താലല്ല കെടാത്തതിനാലും ജീവനുള്ളത് നിലനിൽക്കുന്നതുമായ വീണ്ടും ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ വീണ്ടും ജനിച്ചൊരു കുഞ്ഞിന് വേണ്ടുന്ന പ്രമാണമാണ് 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പത്രോസ് പഠിപ്പിക്കുന്നത്. എന്തോ ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ വീണ്ടും ജനനത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു. യാക്കോബിന്റെ ലേഖനം, സ്തോത്രം, അതിൻ്റെ 1-ാം അധ്യായത്തിൽ സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. 1:18 2-ാം പാർട്ടിൽ പറയുന്നു, വചനത്താൽ നമ്മെ ജനിപ്പിച്ചു, വചനത്താൽ നമ്മെ ജനിച്ചു, വചനത്താൽ നമ്മെ ജനിച്ചിരിക്കുന്നു, വീണ്ടും ജനിപ്പിച്ചു, ജനിപ്പിച്ചിരിക്കുന്നു, ജനിച്ചിരിക്കുന്നു, ജനിച്ചിരിക്കുന്നു. ഇന്ന് ക്രൈസ്തവ കോളത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വീണ്ടും ജനനം നടക്കുന്നില്ല.
ഇന്ന് വീണ്ടും ജനനം നടക്കുന്നില്ല. കഷ്ടത മാറ്റി, കടം മാറ്റി, കണ്ണീര് തുടച്ച്, ലോറി മേടിച്ച്, കാറ് മേടിച്ച്, വിവാഹം നടത്തി, വിസ മേടിച്ചു കൊടുത്ത്, ജോലി മേടിച്ചു കൊടുത്ത്, എമിഗ്രേഷൻ നടത്തി, ലോകത്തിൻ്റെ ഭൗതിക കാര്യങ്ങൾ നിറവേറ്റി, അവരെ കൊണ്ടുവന്നിരുന്ന് കൈയും കൊട്ടി പാട്ട് പാടിപ്പിച്ച് അവരുടെ ഭൗതികം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖിയന്മാരായി ഇന്നത്തെ സുവിശേഷ വേലക്കാർ മാറിത്തീർന്നു. അതാ സഭയുടെ ദുരന്തം. അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ത് ചെയ്യുന്നില്ല? പഠിപ്പിക്കുന്നില്ല. ഈ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന കാര്യം എങ്ങനെയാണ് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്? പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക്. അപ്പോൾ ഉപദേശം പഠിപ്പിക്കുന്നില്ലെങ്കിലോ പാപത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, പാപം ചെയ്തുകൊണ്ടിരിക്കുക. ഈ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസികളെ വെച്ച് കൊട്ടിക്കൊണ്ടിരിക്കുക. ഇന്ന് എന്നോടൊരു സഹോദരി പറഞ്ഞു, പാസ്റ്റർമാർക്ക് വേണ്ടിയുള്ള ദൂത പാസ്റ്റർ പറയുന്നത് മുഴുവൻ. അപ്പം എന്ത് ചെയ്യാൻ? അങ്ങനെ ആയിപ്പോവുക. അതുകൊണ്ടൊരു പാസ്റ്റർ സെമിനാർ ഞാൻ ഉടനെ നടത്തുന്നുണ്ട്. പാസ്റ്റേഴ്സ് സെമിനാർ കോൺഫറൻസ് നടത്തുന്നുണ്ട്. ഒരു 1 day മീറ്റിംഗ്, ഉച്ചയ്ക്ക് ഫുഡെല്ലാം വെച്ച് നല്ല ഭംഗിയായിട്ടൊരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. ഇത് കേൾക്കുന്നപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതിൽ വരാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ആ ഡേറ്റ് ഞാൻ കൃത്യമായിട്ട് അറിയിക്കാം. നിങ്ങൾ വന്ന് അറ്റൻഡ് ചെയ്യും. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല ആ മീറ്റിംഗ്. ഉച്ചയ്ക്ക് ചാപ്പാട് തരാം, ബാക്കി നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ വന്നോളൂ. നല്ലൊരു ഫുഡ് ഞങ്ങൾ തരാം, യാതൊരു സംശയമില്ല. 4 മണിക്ക് മീറ്റിംഗ് നിർത്തി ഒരു സ്നാക്സും ചായയും തന്ന് വിടാം. എൻ്റെ കഞ്ഞിക്കുള്ള കാശെടുത്ത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം, ഒരു കുഴപ്പമില്ല. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നാലെങ്കിൽ ഈ കാര്യം ഒന്ന് എന്ത് ചെയ്യണം? പഠിക്കണം. എന്ത് പഠിക്കണം? ആകയാൽ സകല ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയും എല്ലാം നുണയും നീക്കിക്കളഞ്ഞ് അവൻ രക്ഷിക്കപ്പെട്ടവൻ, വീണ്ടും ജനനം പ്രാപിച്ചവൻ, കെടാത്ത ബീജമാകുന്ന ദൈവവചനം ഉള്ളിൽ വീണ് വീണ്ടും ജനനം പ്രാപിച്ചവൻ, പാപവഴികളെ വിട്ട് വീണ്ടും ജനനം പ്രാപിച്ചവൻ, മാനസാന്തരപ്പെട്ടവൻ, രക്ഷിക്കപ്പെട്ടവൻ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ദുഷ്ടത വിടണം, ചതി വിടണം, വ്യാജഭാവം വിടണം, അസൂയ വിടണം, നുണ വിടണം. രക്ഷിക്കപ്പെട്ട ഈ കൂട്ടരിൽ ഇത് 5 പാപങ്ങളുണ്ട്. ഈ 5 പാപങ്ങളും വിട്ട് പിന്നെ എന്ത് ചെയ്യണം? പറ. ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ ആർക്കും വാഞ്ചയില്ല. ആർക്കും വാഞ്ചയില്ലെന്ന്. മൊബൈലിൽ മാന്താനാണ് വാഞ്ച. ഞാൻ പറയുമ്പോൾ പലർക്കും അങ്ങോട്ട് വേദനയായിത്തിരി. എന്തോ ചെയ്യാനാ? ഞാൻ വേദന മാറണമെങ്കിൽ ഞാൻ ചാകണം, വേറെ ഒരു വഴിയില്ല. അങ്ങനെ എൻ്റെ പോക്ക്. കാരണം ആരെങ്കിലും ഒരുത്തം പറയണ്ടേ, തുറന്നു പറയണ്ടേ? വീണ്ടും ജനനം പ്രാപിച്ചു വരുന്ന വിശ്വാസികളിൽ 5 വിധ പാപങ്ങളുണ്ടെന്ന് വീണ്ടും ജനനത്തെക്കുറിച്ച് ഉപദേശം പറഞ്ഞ പത്രോസ് തന്നെ പഠിപ്പിക്കുക. അതാണ് 2-ാം അധ്യായത്തിലെ പഠനം. 1-ാം അധ്യായത്തിൽ വീണ്ടും ജനനം, 2-ാം അധ്യായത്തിൽ വീണ്ടും ജനിച്ചവൻ എന്ത് ചെയ്യണമെന്നുള്ളത്. ഇതാരും പറയുന്നില്ലെന്നേ. പിന്നെ അതുകൊണ്ടല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ള ചുരുക്കം ചില കർത്താവിൻ്റെ ദാസന്മാർ മാത്രമേ പറയുന്നുള്ളൂ. അവിടെങ്ങളിലായിട്ടൊക്കെ പറയുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കത് വലിയ സന്തോഷമുണ്ട്. ബഹുഭൂരിപക്ഷവും ഗാർബേജാണ് ജനത്തെ തീറ്റിക്കുന്നത്, വേണ്ടാത്ത ആഹാരങ്ങൾ. ഹല്ലേലൂയ. എനിക്കൊരു കുഞ്ഞുണ്ട് ഇവിടെ. എന്തെങ്കിലും വെളിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ ഈ 2 അമ്മമാരും കൂടി ഭയങ്കര ബഹളമാണ്. അത് കൊടുക്കരുത് കുഞ്ഞിന്. എന്താ കാര്യം? അത് ആർട്ടിഫിഷ്യൽ ഫുഡാണ്, അതിൽ അജിനോമോട്ടോയുണ്ട്, അതിലതുണ്ട്, ഇതുണ്ട്. അവർ പറയുന്നത് ശരിയാ. കാരണം കുഞ്ഞിന് പറ്റിയ ആഹാരമല്ല. നമ്മൾ സ്നേഹം കൊണ്ട് മേടിച്ചു കൊടുക്കുക. പക്ഷെ ഇവർ കഴിക്കുന്നതോ മുഴുക്ക് മാത്രം തിന്നുകൊണ്ട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ചാപ്പും ചവറും. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നമ്മൾ ആത്മീയമായി എന്ത് ഭക്ഷിക്കുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ ആത്മീയ ആരോഗ്യം. വിശ്വാസത്തിൽ ആരോഗ്യം, പ്രത്യാശയിൽ ആരോഗ്യം, സന്തോഷത്തിൽ ആരോഗ്യം, സന്തോഷ സമൃദ്ധി, പിന്നെ പ്രത്യാശയുടെ സമൃദ്ധി, നീതിയുടെയും സ്തോത്രം, നീതിയുടെ സമൃദ്ധി, നീതിയുടെയും കൃപാദാനത്തിൻ്റെയും സമൃദ്ധി, സന്തോഷ സമൃദ്ധി, പ്രത്യാശയുടെ സമൃദ്ധി. ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ ഈ ഫലകരമായ ഫുഡ് കഴിക്കണം. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ 1940-45 മുതൽ ജർമ്മനിയിലെ പീഡിപ്പിക്കാനായിട്ട് ജനത്തെ കൊണ്ടുവന്ന് ആ ക്യാമ്പിലിട്ടപ്പോൾ ആ ക്യാമ്പിലുള്ള ജനത്തിന് കൊടുത്ത ആഹാരം നിങ്ങൾക്ക് അറിയണോ? ഒരു കഷ്ണം റൊട്ടി, ഇച്ചിരി സൂപ്പ്. നല്ല സുന്ദരന്മാരായ കോമളന്മാരായ
മനുഷ്യർ, ആണുങ്ങളും പെണ്ണുങ്ങളും, അവരെ കണ്ട എന്ത് സുന്ദരം അറിയോ, അവരെല്ലാം 4-5 വർഷം കൊണ്ട് അവർ പേക്കോലങ്ങളായി മാറി. ഇന്നത്തെ പെന്തക്കോസുകാരെ പോലെ ആത്മീകമായി ആരോഗ്യം നഷ്ടപ്പെട്ടവരായി. ദൈവമേ, പെന്തക്കോസുകാർക്ക് ആത്മീകമായി ദാരിദ്ര്യവാസികളായി കിടക്കുക. അവർക്ക് ഭക്ഷിപ്പാനൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു പുസ്തകം എടുത്ത് പഠിച്ചു. ഇരമ്യാവ് കഴിഞ്ഞാൽ പിന്നെ ഏത് പുസ്തകമാണ് അറിയാമോ ആർക്കെങ്കിലും? ഹലോ, ഇരമ്യാവ് കഴിഞ്ഞാൽ അടുത്ത പുസ്തകമാണ് ഇരമ്യാവ് തന്നെ എഴുതിയ വിലാപങ്ങളുടെ പുസ്തകം. ആ വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഒരു വാക്ക് കർത്താവിനോട് സംസാരിച്ചു. ഞാനത് ഇപ്പോൾ വായിക്കാൻ എനിക്ക് നിയോഗമുണ്ട്. എന്നെ ജനത്തിൻ്റെ പുത്രിയുടെ നാശം നിമിത്തം, ഇരമ്യാവ് 2:11 മുതൽ എഴുതിയിട്ടോ. സ്തോത്രം. എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നാശം നിമിത്തം ഞാൻ കണ്ണുനീർ വാർത്ത് മങ്ങിപ്പോകുന്നു. എൻ്റെ ഉള്ളം കലങ്ങി കരൽ നിലത്ത് ചൊരിഞ്ഞു വീഴുന്നു. പൈതങ്ങളും ശിശുക്കളും നഗരവീഥികളിൽ തളർന്നു കിടക്കുന്നു. അവർ നിഹതന്മാരെ പോലെ നഗരവീഥികളിൽ തളർന്നു കിടക്കുമ്പോഴും അമ്മമാരുടെ മാർവിടങ്ങളിൽ പ്രാണൻ വിടുമ്പോഴും ആഹാരവും വീഞ്ഞും എവിടെയെന്ന് അമ്മമാരോട് ചോദിക്കുന്നു. ആഹാരവും വീഞ്ഞും എവിടെ? കുഞ്ഞുങ്ങൾക്ക് ആത്മീയമായ ആഹാരം എവിടെ കൊടുക്കുന്നു? എവിടെ വീഞ്ഞു കൊടുക്കുന്നു? ഫലപുഷ്ടമായ ആഹാരം ആര് കൊടുക്കുന്നു? കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവുമായ ഫലപുഷ്ടമായ ആത്മീയ ആഹാരം വിശ്വാസികൾക്ക് ആര് കൊടുക്കുന്നു? കർത്താവ് ഈ ആഹാരം കൊടുത്തപ്പോൾ അവരെന്താ പറഞ്ഞു? രോഗസൗഖ്യവും അപ്പം നുറുക്കി കൊടുത്തപ്പോൾ അതെല്ലാം തിരിച്ചോടിച്ച് തിന്ന് പിറ്റേ ദിവസം വന്നപ്പോൾ വചനം അങ്ങോട്ട് വിളമ്പി കൊടുത്തപ്പോൾ അവരെന്തോ പറഞ്ഞു? ഇത് കഠിനവാക്ക്, ഇത് ആർക്ക് വേണം? മറന്നുപോയോ? ഞാനിത് മറക്കത്തില്ല. കാരണം എൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ കിടക്കും. മരിക്കണമെങ്കിൽ എൻ്റെ ചവോടൊപ്പ് കഴിയണം, അപ്പോഴേ ഓർത്തുള്ളൂ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇതിങ്ങനെ പറയുന്നത്? പ്രവാചകൻ പറയുന്നു, കുഞ്ഞുങ്ങൾ ആഹാരം ചോദിക്കുന്നു. സഭകളിൽ കുഞ്ഞുങ്ങൾ പാസ്റ്റർമാരോട് ആഹാരം ചോദിക്കുന്നു. പാസ്റ്റർമാർ കാശുണ്ടാക്കാൻ അവിടെ ഇവിടെയും പോയിരിക്കുന്നു. ഒരു ഗുണം പിടിക്കാത്തവനെ പിടിച്ച് അവിടെ കൊണ്ടുവന്നാക്കി. അവൻ പറയുന്ന ചപ്പും ചവറും കേട്ട് തമ്മിലടി. ഞാനൊരു കഠിനമായൊരു കാര്യം പറയാൻ പോവാ. നിങ്ങളെന്നോട് പൊറുക്കണം, ക്ഷമിക്കണം. ക്ഷമയാചനം ചെയ്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു പാസ്റ്റർ പോറിൽ പോയപ്പോൾ ഒരു പ്രവാചകൻ എന്ന് പറയാൻ കള്ളപ്രവാചകൻ പോറിൽ പോയി ഒരു സഹോദരനെ പിടിച്ചാക്കിയിട്ട് പോയി. തിരിച്ചു വന്നപ്പോൾ ആ സഹോദരന്റെ ഭാര്യയായി പാസ്റ്ററുടെ ഭാര്യ തീർന്നു. ഞാൻ പറഞ്ഞു, ക്ഷമയോ ചോദിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. കേട്ടുകൊണ്ടിരിക്കാനുള്ള സഹിഷ്ണുത ഉണ്ടാകണം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഒരു പാസ്റ്റർ സ്വന്തം മോളെ പീഡിപ്പിച്ചത്. പത്രത്തിൽ വന്ന കാര്യമാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ്. അതാണ് അതിലും ഒരു രസം. ആ പ്രസ്ഥാനത്തെ കവിഞ്ഞിട്ടേ വേറെ പ്രസ്ഥാനങ്ങളുള്ളൂ ഇവിടെ. കള്ളന്മാരുടെ ഗുഹയായി തീർന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ കരച്ചിൽ വരണം. നമുക്ക് കരച്ചിൽ. ഞാനിത് സന്തോഷത്തോടെ പറയല്ല സഹോദര. നമ്മുടെ സഭകളെല്ലാം ഗുഹകളായി മാറി. ഓരോ പേരിട്ട ഓരോ ഗുഹകൾ, അതിന് ഓരോ ഓമന പേര് അവർ കൊടുത്തിട്ടുണ്ട്. ഒരു ഗുഹയിൽ നടന്നത് പെണ്ണുങ്ങളുടെ നൃത്തം. സെൻട്രൽ കൺവെൻഷൻ നടന്നത്, ജനറൽ കൺവെൻഷൻ നടന്നത്. പെണ്ണുങ്ങൾ നൃത്തം ചെയ്യുക. ലോകത്തിലൊരു സഹോദരി പറയാ, ഇത്ര അധപ്പതിച്ചു പോയല്ലോ പെന്തക്കോസ്ത് സമൂഹം. അവർ മൂക്കത്ത് വിരൽ വയ്ക്കുക. ദൈവമക്കളെ, അതുകൊണ്ടാണ് ആ മരിച്ചുപോയ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞിട്ട് പോയത്, ഇന്ന് ആത്മീയ കുരുടന്മാരും ആത്മീയ ദരിദ്രന്മാരും ആത്മീയ നഗ്നന്മാരുമാണ് ആത്മീയ കുളത്ത് കിടക്കുന്ന നല്ലൊരു പങ്ക്. കർത്താവ് വന്നപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി പഠിപ്പിക്കേണ്ട ശാസ്ത്രിമാരും പരീക്ഷന്മാരും ആരായി മാറി? കുരുടന്മാരും മൂഢന്മാരും കുരുടന്മാരുമായ വഴികാട്ടികളെ, മൂഢന്മാരുമായുള്ളവരെ, അവരെയാണ് കർത്താവ് വിളിച്ചത് സർപ്പസന്തതികളെ എന്ന്. ഇവിടെ ഞങ്ങൾ എന്തെങ്കിലും ഒരു കട്ടിയായ വാക്ക് പറയുമ്പോൾ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുക. കൊല്ലുന്നേ. കർത്താവ് എന്താ പറഞ്ഞേ? ഇനി ഞാൻ വനത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു പറച്ചില്, അല്ലേ? വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഒരു വാക്കൂടി വായിക്കാം. അവരുടെ സ്തോത്രം. അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. സിയോൻ പുത്രിയുടെ മതിലേ, രാവും പകലും ഓലോല കണ്ണീരൊഴുക്കുക.
നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിന്റെ കണ്ണിമ വിശ്രമിക്കരുത്. രാത്രി യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തസംഗിൽ പകരുക. വീഥികളുടെ തലയ്ക്കൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. കുഞ്ഞുങ്ങളുടെ ജീവരക്ഷ, ആത്മീയഗോളത്തിൽ കിടക്കുന്ന വാവകളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി കരയെൻ്റെ പാസ്റ്റർമാരെ നിലത്ത് കിടന്ന്. ഇവിടെ ദാവീദ് നാദാം പ്രവാചകന്മാർ വന്ന് ദൂത് പറഞ്ഞപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? നിലത്ത് കിടന്ന് ഉരുണ്ട് കരഞ്ഞു, അല്ലേ? അതുപോലെ കരയെ, നിലത്ത് കിടന്ന് കരയെ. കുഞ്ഞുങ്ങൾക്ക് വചനം കൊടുക്കെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനം ഭക്തിക്കൊത്ത് ഉപദേശം കൊടുക്കുക. അവരെ വളർത്ത, അവർ ദൈവരാജ്യത്തിൽ പോകട്ടെ, അവർ നിത്യത പ്രാപിക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ ഈ കണക്കെല്ലാം കൊണ്ട് എവിടെ കൊടുക്കും? ഞാൻ ഇന്ന് രാവിലെ ചില വചനങ്ങളൊക്കെ ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഭീതി തോന്നി. കാരണം ഒരു രാജാവിനെ ദൈവം തൂക്കി നോക്കിയിട്ട് എന്ത് ചെയ്തു? പറ. കുറവുള്ളവരായിട്ട് കണ്ടു. എന്ത് ചെയ്തു ദൈവം? ഇത് പറയണ്ട ദൈവമക്കളെ. അവന്റെ തെറ്റ് എഴുതി വെച്ചു, ചുവലിൽ എഴുതി വെച്ചു. മെനെ തുക്കേൽ ഊസഫി. ദൈവം നിന്നെ തൂക്കി, നീ കുറവുള്ളവനായി കണ്ടു. നിന്റെ രാജ്യത്വത്തിൽ നിന്ന് നിന്നെ മാറ്റി മൃഗത്തെ പോലെ പുള്ളി തിന്നുന്നവനായി. നോഹയുടെ കൊച്ചുമക്കളോട് പറഞ്ഞു, പോയി സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ലോകം മുഴുവൻ നിറയാൻ പറഞ്ഞു. അവരെന്ത് പറഞ്ഞു? പോകണ്ട, ഇവിടെ കിടക്ക. ഗോപുരം പടുതു. എന്ത് കളഞ്ഞു ദൈവം? ഇടിച്ചു പൊളിച്ച്. സ്തോത്രം. യോന പ്രവാചകനെ നിനവയിലേക്ക് പറഞ്ഞയച്ചു. എല്ലാത്തിനെയും ഉന്മൂലനാശം ചെയ്യാൻ പോവാ, മാനസാന്തരപ്പെട്ടോളം പറഞ്ഞു. പാസ്റ്റർ യോന എന്ത് ചെയ്തു? തലതിരിഞ്ഞവൻ. ആ തലതിരിവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്ത് അവസാനം അടിച്ചുരുട്ടി കൊണ്ടുവന്ന് ആ ദൂതാസ ജനത്തോട്, രാജാവിനോടും ജനത്തോടും പറഞ്ഞതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അതുപോലെ ഇന്ന് തലതിരിഞ്ഞ് നടക്കുന്ന പലരുമുണ്ട്. ദൈവവചനം പ്രസംഗിക്കാതെ ഈ വചനമെടുത്ത് ഭൗതികത്തിന് വേണ്ടി പ്രസംഗിച്ച് തലതിരിഞ്ഞ പ്രസംഗം നടത്തുന്ന പലരുമുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് നിർത്തിയിട്ട് യഥാർത്ഥ ദൂത് വിളിച്ചു പറഞ്ഞാൽ അനേകരും മരണത്തിൽ നിന്ന് രക്ഷപ്പെടും. നിത്യമായ മരണത്തിൽ നിന്ന്, തീപ്പൊയ്കളിൽ നിന്ന് രക്ഷപ്പെടും. ഒരു പറയാതെ എങ്ങനെ കേൾക്കും? ഒരു പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? ആര് വഹിക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അതുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ശുശ്രൂഷകന്മാരോട് എനിക്കൊരു മയവുമില്ല. അവർ കർത്താവിൻ്റെ വചനം വിശ്വസ്തയോടെ പറയണം. ഇല്ലെങ്കിൽ ജനം നശിച്ചു പോകും. അതിന് ഉത്തരവാദി നിങ്ങളായിരിക്കും. വചനത്തിലേക്ക് മടങ്ങി വരിക. ആകയാൽ എല്ലാ ദുഷ്ടതയും, എല്ലാ സകല ദുഷ്ടതയും, ചതിവും, വ്യാജഭാവവും, അസൂയ, എല്ലാ നുണയും നീക്കി കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. അപ്പോൾ ഈ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ അവസ്ഥ? പറഞ്ഞോ. ശിശുക്കളെ പോലെ ആയിരിക്കണം. ശിശുക്കളെ നോക്ക് ദൈവമക്കളെ, ഒരു ശിശുവിനെ പോലെ. ശിശുവിന് എന്തില്ല? ദുഷ്ടതയില്ല, ചതിയില്ല, വ്യാജഭാവമില്ല, അസൂയയില്ല, നുണയില്ല. ഇപ്പം ഞങ്ങൾ ഈ താഴെയുള്ള വീട്ടുകാരുമായിട്ട് ബന്ധപ്പണക്കാണെന്ന് വെച്ചു. ഞങ്ങളൊരു വളരെ സ്നേഹത്തിലാണ് കഴിയുന്നത്. അവിടെ ഉദിത്ത് എന്ന് പറഞ്ഞൊരു കുഞ്ഞുണ്ട്, നല്ല പണക്കാണെന്ന് വെച്ചു, എത്ര വൈരാഗ്യമാണെന്ന് വെച്ചു. പക്ഷെ ഞാൻ ചെന്നിട്ട് ഉദിത്തേ എന്ന് വിളിക്കുമ്പോൾ ഉദിത്ത് എന്ത് ചെയ്യും? നല്ലോണം പുഞ്ചിരിക്കും. എന്താ കാര്യം? നിഷ്കളങ്ക. അതുപോലെ നമ്മളായിരിക്കണം ദൈവമക്കളെ. സ്വർഗത്ത് പോകണമെങ്കിൽ നമ്മുടെ ഈ ചെപ്പടി വിദ്യാഭ്യാസം സ്വർഗത്ത് പോകാൻ നടക്കത്തില്ല. മനസ്സിലാക്കണത് നമ്മുടെ ഈ സ്വഭാവം എൻ്റെയും നിങ്ങളുടെ, എന്നെ കൂടി ചേർത്ത് പറയാൻ കുഴപ്പമില്ലല്ലോ. ദൈവഹിതമല്ലാത്ത സ്വഭാവ ഗുണങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റില്ല. ശിഷ്യന്മാർ തമ്മിൽ വലിയവരാണെന്ന് ഒരു തർക്കം നടന്നു. അപ്പോൾ എന്തോ ചെയ്തു കർത്താവ്? ഒരു ശിശുവിനെ എടുത്ത് നിർത്തി. തിരിച്ച് ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുക. ഇതാരെങ്കിലും പ്രസംഗിക്കുന്നുണ്ടോ? എന്താ പ്രസംഗിക്കാത്തത്? ഇപ്പം ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ കാര്യം, എന്നിലുണ്ട് തെറ്റുകൾ, നിങ്ങളിലുണ്ട് തെറ്റുകൾ, എന്നിലുണ്ട് കുറവുകൾ, നിങ്ങളിലുണ്ട് കുറവുകൾ.
നാം ഈ കുറവുകളെ പരിഹരിച്ച് ഒരു ശിശുവിനെ പോലെയുള്ള നിർമ്മലതയും പവിത്രമായ നിഷ്കളങ്കമായ സ്വഭാവത്തിനുടമകളായി നമ്മൾ